ഈ വർഷം ഞാൻ കണ്ട സിനിമകളിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതുവരെയുള്ള ബെസ്റ്റ് മൂവീസ് ഓഫ് 2025 ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. രേഖാചിത്രം ഒരു കിടിലൻ ഐഡിയ ആയിരുന്നു. എനിക്ക് ഈ വർഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. നെക്സ്റ്റ് നോസ്ഫെറാട്ടു. ഒരു സ്വപ്നം കണ്ട പോലെയാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു പോയറ്റിക് ഗോത്തിക് ഹൊറർ പടം എന്ന് പറയാം. അടുത്തത് ഒരു തെലുഗു ക്രൈം ഡ്രാമയാണ്, കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. നമ്മുടെ ആൺകുട്ടികൾ എങ്ങനെയൊക്കെ ഒരു കേസിനുള്ളിൽ അകപ്പെട്ടു പോകാം എന്നുള്ളത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. നെക്സ്റ്റ് പൊന്മാൻ. ഒരു മനോഹരമായിട്ടുള്ള റൂട്ടഡ് ആയ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ എന്ന് പറയാം. നെക്സ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ വർഷം ഇറങ്ങിയ ക്രൈം ത്രില്ലേഴ്സിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു പടമാണിത്. നെക്സ്റ്റ് മിക്കി 17. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് സിനിമയുടെ. അടുത്ത ഒരു ഹിന്ദി പടമാണ് സ്റ്റോളൻ. നെക്സ്റ്റ് F1. ബ്രാഡ് പിറ്റ് നായകനായിട്ട് വന്ന സ്പോർട്സ് ഡ്രാമയാണ് ഈ സിനിമ. ഇനി മറ്റൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഹോളിവുഡിൽ നിന്ന് വന്ന സിന്നേഴ്സ്. അടുത്തത് തരുൺ മൂർത്തി മോഹൻലാൽ ടീമിന്റെ തുടരും. ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാവുന്ന സിനിമയാണ്. നെക്സ്റ്റ് തമിഴിൽ നിന്നും ഈ വർഷം വന്ന് എല്ലാവരുടെയും മനസ്സ് നിറച്ച ടൂറിസ്റ്റ് ഫാമിലിയാണ്. നെക്സ്റ്റ് ഒരു മലയാളം പടമാണ് ഫെമിനിച്ചി ഫാത്തിമ. ഞാൻ കണ്ടത് ഫിലിം ഫെസ്റ്റിവലിലാണ്. മാർച്ചിൽ കോട്ടയത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നായിരുന്നു. ഒരു അന്യായ പടമാണ്. സ്ട്രോങ് പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമയാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അത് ഓവർ ആക്കാതെ ഒരുപാട് കുത്താതെ ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇനി നിങ്ങളുടെ ഈ വർഷം കണ്ട പടങ്ങളിലെ ഫേവറേറ്റ് പറയാനുള്ള ടൈമാണ്. എല്ലാവരും കമന്റ് ബോക്സിൽ നോക്കുക.